Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഗ്ലോബൽ ടെൻഷനൊക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ വിപണി ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി എടുത്ത് നോക്കുമ്പോൾ സെൻസെക്സ് ഒക്കെ 4 മാസത്തിലെ ഒരു ഏറ്റവും വലിയൊരു വൺ ഡേ ഫോൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കണ്ടത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോഴും ഇടിവ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മെറ്റലിലൊക്കെ വലിയ രീതിയിലൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3.5% ഒക്കെ ഒരു ഇടിവായിരുന്നു ഇന്നലെ കണ്ടത്. ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരുമ്പോഴും കാര്യങ്ങൾ അത്ര ഒരു ശുഭകരമല്ല. തുടക്ക സമയം കാണുമ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഇടിവാണ് കാണുന്നത്. 25,834 പോയിന്റ് എന്ന നിലയിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 43 പോയിന്റിൻ്റെ ഒരു ഇടിവ് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,439 എന്നൊരു ലെവലിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പ്രകടനം ഈ ഒരു തുടക്കത്തിലെ മണിക്കൂറിൽ നോക്കുമ്പോൾ കാണുന്നത് കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണുന്നത്. എന്നാൽ സെക്ടറിലോട്ട് വരുമ്പോഴും നമുക്ക് അത്തരത്തിലുള്ളൊരു ട്രേഡിംഗ് തന്നെയാണ് കാണുന്നത്. എസ്പെഷ്യലി റിയൽറ്റി, മീഡിയ സൂചികയൊക്കെ ഇന്ന് വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ഒരു സമ്മിശ്രമായ രീതിയിലുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായത്. ഡൗ ജോൺസ്, S&P 500 തുടങ്ങിയ സൂചികളൊക്കെ ഒരു പോസിറ്റീവായി ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്കിൽ 0.5% ഒരു ഇടിവുമാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് എടുത്തു പറയേണ്ടത് ഇന്ന് BCCLൻ്റെ IPOയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. മാത്രമല്ല ആംഫിയുടെ ഡാറ്റകൾ വരുന്നുണ്ട്. US മാർക്കറ്റിനെ സംബന്ധിച്ചും ഇന്ന് ഒരു നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. അതായത് നമുക്ക് സൂര്യ സാറിലോട്ട് കിടക്കാം. സാർ, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഒരു തുടക്കം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോഴും വളരെയധികം വാർത്തകൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ന് US സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിന് അനുകൂലമായിരിക്കുമോ വിധി എന്ന് നമുക്കറിയാൻ ഇന്ന് വൈകിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നോൺ ഫാം പേറോൾ ഡേറ്റ ഇന്ന് 8 മണിക്ക് വരുമെന്ന് അറിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ വാർത്തകളൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സാർ ശ്രദ്ധിക്കുന്ന വാർത്തകൾ ഏതൊക്കെയാണ്? വിഷ്ണു, ജസ്റ്റ് വെൻ മാർക്കറ്റ് വാസ് ലുക്കിംഗ് ബെറ്റർ, അതായത് നമ്മുടെ ഈ ടാരിഫിൻ്റെ ഇഷ്യൂസിനെയൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത്, പിന്നെ അതുമാത്രമല്ല കോർപ്പറേറ്റ് ഏർണിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലത്തെ 2026 വരാൻ പോകുന്ന കോർപ്പറേറ്റ് ഏർണിങ്സ്, അതായത് Q4 2025-2026 ഫിനാൻഷ്യൽ ഇയറിലെ റിസൾട്ട്സ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നൊക്കെ മാർക്കറ്റിൽ പൊതുവേ ഒരു അനലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു കൺസെൻസസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ട്രേഡിൻ്റേതായിട്ടുള്ള ഒരു അൺസർട്ടനിറ്റീസ് ഒക്കെ ഒന്ന് മാറി. എക്സ്പോർട്ട് ഡേറ്റ വന്നപ്പോഴത്തേക്കും ട്രേഡ് നമ്മളെ അഫക്റ്റ് ചെയ്തില്ല എന്ന് കാണിച്ചു. GDP ഫിഗേഴ്സ് ആണെങ്കിലും മറ്റുള്ള ഡേറ്റയും സൂചിപ്പിച്ചത് എന്താണ്? ഈ ട്രേഡ് ഒരു സെൻറ്റിമെൻ്റലി നെഗറ്റീവ് ആണെങ്കിൽ പോലും ഫിഗേഴ്സിലോ ഇന്ത്യയുടെ ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നാപ്പാടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു വെച്ചാൽ FIIസിൻ്റെയും FPIസിൻ്റെയും സെല്ലിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു ട്രേഡ് ഡീൽ നടക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വാർത്തകൾ വരുന്നതോടുകൂടി FIIസും FPIസും തിരിച്ചു വന്ന് നല്ല രീതിയിൽ ബൈ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകും. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോർപ്പറേറ്റ് ഏർണിങ്സ് വരും. ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഫണ്ടമെൻ്റൽസ് അതിൻ്റെ എല്ലാം നല്ലതാണ്, എക്കണോമി നല്ലതാണ് എന്നുള്ളൊരു ഫിഗേഴ്സും ബഡ്ജറ്റിലേക്ക് കയറി പോകുന്നു. ബഡ്ജറ്റിൽ എന്തൊക്കെ റിഫോംസ് വരുന്നു എന്നുള്ള ഒരു നല്ല കാലാവസ്ഥ വന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുമ്പോഴാണ് വേറൊരു ഒരു പ്രഹരം പോലെ ഇന്ത്യൻ മാർക്കറ്റ് വന്നേക്കുന്നത്. അതായത് ലാസ്റ്റ് 4 ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈസ് ഓൾമോസ്റ്റ് ഡൗൺ ബൈ നിയർലി -500 പോയിൻറ്റ്സ് എന്നാണ്. ഇന്നലത്തെ ഫോൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഭേദപ്പെട്ട് 263 പോയിൻറ്റ്സ് ഇന്നലെ താഴെ വീണു. എന്നാൽ 1.01% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു എത്ര പെട്ടെന്നാണ് മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ്സ് മാറുന്നത്. അതായത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ് മാർക്കറ്റ് എന്ന് വീണ്ടും തെളിയിച്ചു അല്ലേ. ഇതാണ് അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിന് അതിൻ്റേതായ വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ എപ്പോഴും മാർക്കറ്റിൽ പറയുന്ന ഡിസ്ക്ലെയിമർ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്, പ്ലീസ് ട്രെഡ് കെയർഫുള്ളി എന്നുള്ളൊരു വാക്ക് പറയുന്നത് എന്താ? അത്രയ്ക്ക് മാത്രം വയലേഷൻസും വയലൻസസും വരുന്ന വോളറ്റിലിറ്റിയും ഉള്ള ഒരു സിസ്റ്റമാണ് മാർക്കറ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ കൈൻഡ് ഹാർട്ടഡ്. അതായത് എല്ലാ ദിവസവും മാർക്കറ്റ് ലീനിയറായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കയറി പോവും എന്ന് വിശ്വസിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മാർക്കറ്റ് എന്ന് മാർക്കറ്റ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നിന്ന് എസ്പെഷ്യലി 2024 അവസാനം മുതൽ 2025 മുഴുവനും 2026 തുടക്കവും കൂടെ
എക്സ്ട്രീം ഹൈ ലെവൽസ് ഓഫ് വോളറ്റിലിറ്റി ആൻഡ് അൺസർട്ടനിറ്റി കൂടെ പോയ ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് ഈ സമയത്ത് പാസ് ഓൺ ചെയ്ത ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയായിരിക്കും എന്നുള്ളതാണ്. അതിൽ ഒരുപാട് അവർ സങ്കടപ്പെടുന്നുണ്ടാണ്, വിഷമിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സവിശേഷത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാറ്റി പറയാതിരിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളെപ്പോലെയുള്ളവർ കൊല്ലങ്ങളായിട്ട് ഇതേ അൺസർട്ടനിറ്റി കൂടെ പല സമയത്തും കൂടി പാസ് ഓൺ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ 25 കൊല്ലം 30 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി, ഇപ്പോൾ എന്നെ തന്നെ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടൊന്നുമില്ല, ഇതിനേക്കാട്ടിലുമൊക്കെ ഗ്രേവ് സിറ്റുവേഷനിൽ കൂടി നമ്മൾ ഇതിനെ കൂടി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സിസ്റ്റം. തരുമ്പോൾ വാരിക്കോരി തരുകയും അൺസർട്ടനി ഉണ്ടാകുമ്പോൾ നമ്മളെ നല്ല രീതിയിലും വിഷമിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മാർക്കറ്റിൽ നമ്മൾ പൊതുവേ പറയുന്ന കാര്യമുള്ള ഇതേപോലത്തെ ലീൻ പീരീഡ്, അത് 2 കൊല്ലം ആവാം 3 കൊല്ലം ആവാം, അങ്ങനത്തെ മോശം സമയങ്ങളിൽ നിങ്ങൾക്ക് കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ കൺവിക്ഷൻ ഇപ്പോഴും ഈ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം കാര്യങ്ങൾ തിരിഞ്ഞു വരും എന്നുള്ളതാണ്. അതായത് എ തിങ് കനോട്ട് ബി ഗുഡ് ഫോർ ഓൾ പീരിയഡ്സ് ഓഫ് ടൈം, എ തിങ് കനോട്ട് റിമെയിൻ ബാഡ് ഫോർ എ ഗുഡ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഈ പറയുന്ന പോലെ കഷ്ടകാലം എന്ന് അല്ലെങ്കിൽ മോശ സമയങ്ങൾ ഒരുപാട് നാൾ നിൽക്കണം എന്നൊന്നുമില്ല, അതും മാറി വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതേപോലത്തെ അൺസർട്ടനിറ്റി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർക്കാണ് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. സന്തോഷകരമായിട്ട് ഒന്നും തന്നെ നമുക്ക് മാർക്കറ്റിലില്ല, എനിക്കും ഇല്ല എന്നുള്ള. ബട്ട് ഈവൻ ദെൻ വി ആർ പ്രേയിങ് ഫോർ എ ബെറ്റർ ടുമോറോ എന്നുള്ള, അതുവരെ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നതാണ് മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു ക്യാരക്ടർ. ഇപ്പം നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ? ഒരുപാട് പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന കേപ്പബിലിറ്റി അല്ല. സാധാരണ നമ്മൾ എപ്പോഴും പറയും ഈ മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് 100% ആണെങ്കിൽ അതിൽ സ്റ്റോക്ക് പിക്കിങ്ങിന് വെറും 5% മാത്രമേ ഉള്ളൂ. 95% നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? ട്രെൻഡിൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും മോശമുണ്ടോ? അതെ, ട്രെൻഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എത്ര? 3960, 3970. എത്ര പെർസെൻറ്റേജ്? 40-45% ഫോളാണ് ഓരോ നല്ല ബിസിനസ്സുകളിലും നല്ല സ്റ്റോക്കുകളിലും വന്ന്. എന്നാൽ കയറിപ്പോയ പല സ്റ്റോക്കും 2025 സ്റ്റാർസ് കംപ്ലീറ്റ് 2025 ഡിസംബറോടുകൂടി 2026 ജാനുവരിയോടുകൂടി അതും നേരെ താഴേക്ക് തിരിച്ചു വന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റോക്ക് മേടിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ള, ബട്ട് മാർക്കറ്റിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ മാർക്കറ്റിനെ വിശ്വസിച്ച് മാർക്കറ്റിൻ്റെ മോശം സമയങ്ങളിൽ കൂടെ പാസ് ഓൺ ചെയ്ത് പോയി നല്ല സമയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കാണ് നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പല പുതുമയുള്ള ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റിനോട് ഒരുപാട് ദേഷ്യം കാണാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളും ഞങ്ങളുടെ ചെറുപ്രായത്തിൽ മാർക്കറ്റിങ്ങിനെ ചെയ്തപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്കും വിഷമം വന്നാണ്. പിന്നെ മാർക്കറ്റ് തന്നെ നമ്മളെ മെച്യൂറാക്കി എടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് പരിഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പം നമുക്ക് നല്ല സമയമല്ല, ബട്ട് വെയിറ്റ്, ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ദ ബെസ്റ്റ് ടൈം ഈസ് യെറ്റ് ടു കം. ബട്ട് ഈ എല്ലാ ഇതെന്ത് കൂടുതൽ നെഗറ്റിവിറ്റി വരാണ്? എല്ലാ ദിവസവും നമുക്ക് നെഗറ്റിവിറ്റിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ട്രംപിൻ്റെ ടാരിഫ് ഏതാണ്ട് 500% ടാരിഫ്, അതായത് റഷ്യയ്ക്ക് മേൽ സാങ്ഷൻസ് വയ്ക്കുന്നു എന്ന് മാത്രമല്ല റഷ്യയായിട്ട് ട്രേഡിംഗ് ചെയ്യുന്ന രാജ്യങ്ങൾക്കൊരു സെക്കൻഡറി ടാരിഫ് അത് ചിലപ്പോൾ 500% വരെ പോയേക്കാം എന്നുള്ള രീതിയിലേക്ക്. നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് അവേഴ്സിൽ 9:30-9:45 നമ്മളിത് പറയുമ്പോൾ പല മാധ്യമങ്ങളും ഇത് ടച്ച് ചെയ്തിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഒരു 11 മണി 12 മണിയോട് കൂടിയാണ് പല മെയിൻ സ്ട്രീം മീഡിയാസും ഇതിനെക്കുറിച്ച് പറഞ്ഞു വന്നതെന്നുള്ളത്. നമുക്കതൊരു നല്ല ന്യൂസായിട്ട് തോന്നിയില്ല. അത് ബേസിക്കലി ഒരു 500% സെക്കൻഡറി ടാരിഫ് വയ്ക്കുമെന്നുള്ള അർത്ഥമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. ഇതൊരു പ്രഷർ മൂവ് ആണ് എന്നുള്ളത്. ബട്ട് ഈ നിരന്തരമായിട്ടുള്ള പ്രഷർ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള നമുക്കത് റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ നമുക്ക് തരാവുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് എന്നുള്ള. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ഇതിനകത്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചത്. അല്ലാണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഒരു സെക്കൻഡറി ടാരിഫോ 500% ടാരിഫ് ഇന്ത്യക്ക് മേൽ വയ്ക്കും എന്നുള്ളത് ഞാൻ വയ്ക്കുന്നില്ല. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു അൺസ്റ്റേബിൾ നോൺ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇതിനകത്ത് വരുന്നത്. കാര്യം മാർക്കറ്റ് വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ക്യാരക്ടറിലുള്ള ഒരു വോളറ്റാലിറ്റി ശരിക്കും അഫക്റ്റ് ചെയ്യും. സത്യം, നമ്മൾ ഈ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയില്ലേ, വിക്സ് അല്ലെങ്കിൽ CBOE ഇൻഡെക്സ് എന്ന് പറയുന്ന പോലെ ട്രംപ് ഇൻഡെക്സ് എന്നൊരു കാര്യം കൂടെ വയ്ക്കണം. കാര്യം ഒരു ദിവസം അത് എങ്ങനെ കയറും എങ്ങനെ താഴോട്ട് വരുന്നില്ല. ഇനി അതിനു വേണ്ടി വരെ ബെറ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് വന്നാൽ പോലും ഞാൻ അത്ഭുതപ്പെടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ബീൻ എ ബാഡ് ഡേ ഫോർ അസ്, അല്ലെങ്കിൽ ബാഡ് സ്റ്റാർട്ട് ഫോർ അസ് ആസ് ഫാർ as 2026 ഈസ് കൺസേൺ. അപ്പോൾ ഒരു നെഗറ്റീവ് ന്യൂസ് നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളതാണ്. ഹോപ്പ്ഫുള്ളി അത് വരണ്ട എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രം. വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം
വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതാണ്. അതിലൊന്ന് ഈ പറയുന്ന പോലെ ഇന്ന് ഏതാണ്ട് ജാനുവരി 9, 2026 10 AM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം. 10 AM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് വൈകുന്നേരം 8-8:30 മണി 8:30 PM ഈവനിങ്. ഇന്നത്തെ ജാനുവരി 9 നമ്മൾ പറയുന്നത് ഒപ്പീനിയൻ റിലീസ് ഡേ എന്നാണ്. ഒപ്പീനിയൻ റിലീസ് ഡേ ആയിട്ടാണ് അതിനെ റിഗാർഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതായത് ഇന്ന് US സുപ്രീം കോർട്ട് ഒരു റൂളിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ചിലപ്പോൾ റൂളിംഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒപ്പീനിയൻ ആയിരിക്കും പറയുന്നത്. റൂളിംഗ് വരും സബ്സിക്വൻറ്റ് ഡേയ്സിലായിരിക്കാം അവരൊന്ന് വരുത്തുക എന്നുള്ളത്. ബട്ട് ഈവൻ ദെൻ ഒരു റൂളിംഗ് അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളോട് അടുത്ത് വന്നിരിക്കുന്നു. എന്ത് തീരുമാനങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു? അതായത് പ്രസിഡന്റ് ട്രംപ് ഈ ലിബറേഷൻ ഡേയിൽ ലോകത്തെ പല രാജ്യങ്ങളിൽ മേൽ ഇമ്പോസ് ചെയ്ത സാങ്ഷൻസ്, ആ സാങ്ഷൻസിൻ്റെ ലീഗാലിറ്റിയെക്കുറിച്ചുള്ള ഒരു റൂളിംഗ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനാണ് സുപ്രീം കോടതിയിൽ ഇന്ന്, അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഇന്ന് വരാൻ പോകുന്നത്. ഇന്ത്യൻ ടൈം 8:30 PM അല്ലെങ്കിൽ അവരുടെ ടൈം 10:30 AM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത്. അതായത് പ്രസിഡന്റ് ട്രംപ് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ട് ഏതാണ്? ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട്, അതായത് IEEPA, ഐപ്പ എന്ന് നമ്മൾ സാധാരണ IEEPA എന്നുള്ള രീതിയിൽ വിളിക്കും. ആൻഡ് സെക്ഷൻ 232 ഇത് രണ്ടും ഉപയോഗിച്ചാണ്, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എമർജൻസി പവർ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ടാരിഫുകൾ, റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ ലിബറേഷൻ ഡേ ടാരിഫുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതായത് അദ്ദേഹം അതിൻ്റെ ഒരു ലീഗാലിറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പെർമിഷൻ ഇല്ലാതെ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ പെർമിഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് അപ്രൂവൽ ഫ്രം കോൺഗ്രസ് ഇല്ലാതെ അദ്ദേഹം സ്വമേധയാ എടുത്ത എമർജൻസി പവേഴ്സ് യൂസ് ചെയ്തെടുത്ത ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു ടാരിഫാണ് എന്നുള്ളതാണ് പറയുന്നതെന്നുള്ള. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോവർ കോർട്ടിലൊക്കെ പല ഹിയറിങ്ങുകൾ നടന്നു. US ലോവർ ഫെഡറൽ കോർട്ടിൻ്റെ ഒരു ലോവർ കോർട്ടും അതുമാത്രമല്ല US കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡും ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റൂളിംഗ് ചെയ്തതെന്നുള്ളത്. ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് റൂളിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു കൺസേൺ വച്ചിട്ട്, ഒരു എമർജൻസി പവർ വച്ചിട്ട് ഒരു പ്രസിഡൻറ്റിന് ഈ കൺട്രീസ് തമ്മിലുള്ള, അതായത് നമ്മുടെ രാജ്യവും മറ്റുള്ള, നമ്മുടെ രാജ്യം എന്ന് ഞാൻ ഈ പറഞ്ഞത് ഉദ്ദേശം അമേരിക്കയാണ്, അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിൻ്റെ കാര്യത്തിൽ എമർജൻസി പവേഴ്സ്, സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എമർജൻസി പവേഴ്സ് യൂസ് ചെയ്യാനുള്ള അധികാരം അമേരിക്കൻ പ്രസിഡന്റിനില്ല. പകരം ആ അധികാരം ലൈസ് വിത്ത് US കോൺഗ്രസ്. US കോൺഗ്രസ് ആണ് നിശ്ചയിക്കേണ്ടത് അതിന് വേണോ വേണ്ടേ എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലുള്ള എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ളൊരു അഭിപ്രായമായിരിക്കണം ഇങ്ങനത്തെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂണിലാറ്ററായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡഡായിട്ട് ഒരു പ്രസിഡന്റിന് എടുക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്കം. അതായത് നമ്മുടെ ലോവർ ഫെഡറൽ കോർട്ടിലും US കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിലും വന്നേക്കുന്നത്. അതങ്ങനെ കേസ് നമ്മൾ അപ്പീൽ പോയി ഫൈനലി US സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ സിസ്റ്റം പോലെ തന്നെ ഇനി ഇവിടുന്ന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ 8:30 PM ഒരു റൂളിംഗ് വരുമോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഇതിനേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് റൂളിംഗ് 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തിനുള്ളിൽ വരുമോ എന്നുള്ളതാണ് പൊതുവേ ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഒത്തുനോക്കുന്നത്. ബട്ട് ജാനുവരി 9 സീംസ് ടു ബി വെരി ക്രൂഷ്യൽ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഡേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ന് റൂളിംഗ് വരാൻ പോകുന്നത്, സപ്പോസ് അത് വരുമെന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഐപ്പയുടെ കീഴിൽ വച്ചിരിക്കുന്ന ടാരിഫുകൾ മാത്രമേ ബാധിക്കുള്ളൂ. അതായത് വേറെ കുറേ ടാരിഫ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതായത് ഈ അണ്ടർ 301 ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് വെച്ച 301 എന്ന് പറയുന്ന ക്ലോസ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ 232 ടാരിഫ് ഓൺ സ്റ്റീലും അലൂമിനിയം ഒക്കെ വെച്ചിരിക്കുന്നത്. ദാറ്റ് വോണ്ട് റിമെയിൻ അഫക്റ്റഡ്. അതിലൊന്നും എഫക്റ്റ് ചെയ്തില്ല. ഐപ്പ വഴി വച്ച സാങ്ഷൻസിലാണ് ഇത് കൂടുതലും വരുന്നതെന്നുള്ള. അപ്പോൾ സ്റ്റീലിനുള്ളതും അലൂമിനിയത്തിന് എഗെയിൻസ്റ്റും വെച്ച ടാരിഫ് ഈസ് ഹിയർ ടു സ്റ്റേ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂളിങ്ങും കോർട്ട് ഓർഡറും അല്ല വരാൻ പോകുന്നതെന്നുള്ള. അതുമാത്രമല്ല ചൈനയ്ക്ക് മേൽ വച്ചതും അതിലല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കാം ഇതിനകത്ത് നടക്കുന്നത്? സപ്പോസ് ഇഫ് ഈ റൂളിംഗ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒപ്പീനിയൻ ട്രംപിന് അനുകൂലമായിട്ടാണ്, അല്ലെങ്കിൽ ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് ഈ ടാരിഫ് ലീഗലാണ് എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ ട്രംപ് വിൽ ബിക്കം മച്ച് മോർ പവർഫുൾ ആൻഡ് he will continue to
come up with some kind of nasty ideas from here. ഒരു കോൺഫിഡൻസ് ആവും ഇതുകൂടി ഒരു പോസിറ്റീവായിട്ട് വന്നു. തീർച്ചയായിട്ടും, അതായത് വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ ട്രംപിന് ഇത് സഹായകരമാവും എന്നുള്ള കാര്യങ്ങളാണ് ഒരു വശത്തുള്ളത്. ഇനി മറുവശം നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ട്രംപ് ഇത് ലൂസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം, ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഫെയിലുവർ ആയിരിക്കും. അതായത് ഒരു ലോസ് ഓഫ് ഫേസ് ആയിരിക്കും. അത് സ്വന്തം രാജ്യത്തിൽ മാത്രമല്ല, ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുന്നിലും അതൊരു മോശമാവുമെന്ന് മാത്രമാണ്. അത് മാത്രമല്ല, എന്തൊക്കെ പൈസയാണോ അമേരിക്ക പിരിച്ചെടുത്തത് താരിഫ് മുഖേന, അതിപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ അത് മാർക്കറ്റ് പോലും എക്സ്പെക്ട് ചെയ്തതെന്ന് 300 to 350 ബില്യൺ US ആയിരിക്കും ഈ ടാരിഫ് മുഖേന US കളക്ട് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് $600 ബില്യൺ എന്നാണ്. അപ്പോൾ $600 ബില്യൺ എന്ന് പറയുന്ന ഒരു ഫിഗർ ആണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇതെല്ലാം റീഫണ്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ വരാൻ പോകുന്നത് എന്താണ്? ഈ $350 അല്ലെങ്കിൽ $650 ബില്യൺ, $350 ബില്യൺ അല്ലെങ്കിൽ $650 ബില്യൺ US എക്കണോമിയിലേക്ക് വരുമെന്നും അത് ഉപയോഗിച്ച് US എന്ത് ചെയ്യും എന്നുള്ള കാരണത്താലാണ് US സ്റ്റോക്ക് മാർക്കറ്റും US കമ്പനീസിൻ്റെ ഷെയർ പ്രൈസും വലിയ രീതിയിൽ അപ്വേർഡായിട്ട് റീറേറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഈ പൈസ സിസ്റ്റത്തിലില്ല. ഈ പൈസ ടാരിഫ് മുഖാന്തരം കളക്ട് ചെയ്ത പൈസ തിരിച്ച് റീഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും പൈസ എക്കണോമിയിൽ നിന്ന് പോയി ട്രഷറി വഴി അത് ട്രാൻസ്ഫർ ചെയ്ത് പല രാജ്യങ്ങൾക്കും പല എൻറ്റിറ്റീസിനും കൊടുക്കണം എന്ന് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഡീറേറ്റിംഗ് US എക്കണോമിയിലും US സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളുടെ പ്രൈസിങ്ങിലും നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മൈറ്റ് സ്പാർക്ക് ഓഫ് എ സെൽ ഇൻ സ്റ്റോക്സ്, ബോണ്ട്സ് ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഡോളർ നല്ല രീതിയിൽ വീക്കനും ചെയ്യും. അത് പിന്നെ ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചലനങ്ങളെയും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളെയും ആ ഡിസിഷൻസിനെയും അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിസറപ്റ്റീവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാസ്കേഡിങ് എഫക്റ്റ് എല്ലാ അസറ്റ് ക്ലാസ്സിലേക്കും വരാം. സെൽ ഓഫ് ചിലപ്പോൾ ഒരു മേജറായിട്ടുള്ള മറ്റുള്ള എക്കണോമിയിലും എമർജിങ് മാർക്കറ്റ് സ്റ്റോക്സിലും കൂടെ വന്നേക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു നെഗറ്റീവ് വശം. ഇനിയിപ്പോൾ ഇത് രണ്ടുമാണ് പോസിബിലിറ്റി എന്ന് നിൽക്കെ നമുക്കെന്ത് തോന്നുന്നു എന്നുള്ള. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ സാധാരണ അമേരിക്കൻ കോടതികൾ കംപ്ലീറ്റ് വാദം കേൾക്കാതെയൊന്നും ഒരു വിധിയോ റൂളിങ്ങോ ഒപ്പീനിയനോ പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിലൊക്കെ വേണ്ടത്തിന് ആവശ്യമുള്ളതൊക്കെ കേട്ടു. അതുമാത്രമല്ല, ലോവർ കോർട്ടിലൊക്കെ ഇതിൻ്റെ റൂളിങ്ങും വന്നതായതുകൊണ്ട് ഇത് എക്സ്ക്ലൂസീവും എക്സ്പ്ലിസിറ്റും ആയിട്ട് രണ്ട് വശങ്ങളും കേട്ടിട്ട് മുന്നോട്ട് പോയ കാര്യം ആണ് എന്നുള്ള മനസ്സിലാവും. അപ്പോൾ മിക്കവാറും എന്തെങ്കിലും ഒരു വർത്തമാനം ഇന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിക്ക് ഇതിൽ നിന്ന് കൈ ഒഴിഞ്ഞിട്ട് ഇനി ലോവർ കോർട്ടുകൾ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് താഴേക്ക് തള്ളാം. അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഇതിനകത്തുണ്ട്. അതായത് ലെറ്റ് ദ ലോവർ കോർട്ട് ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിന് വേണമെങ്കിൽ ഒന്ന് അതിനകത്ത് 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് അടിക്കാം എന്നുള്ള. ബട്ട് ഒരു പൊതുവേ ഉള്ള ഒരു മാർക്കറ്റ് മൂഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരു ബെറ്റിംഗ് മാർക്കറ്റ് ഉണ്ടല്ലേ. ഈ ബെറ്റിംഗ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോളി മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ബെറ്റിംഗ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 24% മുതൽ 30% ആൾക്കാർ മാത്രമേ ട്രംപിൻ്റെ ഈ ടാരിഫ് ലീഗലായിട്ട് കോടതി പ്രഖ്യാപിക്കുള്ളൂ എന്നുള്ളത്. അതായത് more than 70% ഓഫ് ദ ബെറ്റിംഗ് മാർക്കറ്റ് ബിലീവ്സ് ദാറ്റ് ട്രംപ് ഈസ് ഗോണ ലൂസ് ഇറ്റ്. ട്രംപ് ഇത് തോക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. മേ ബി ഇതിനകത്ത് ചിലപ്പോൾ സുപ്രീം കോടതി കുറച്ചുകൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് വെച്ചാൽ മേ ബി ഈ ടാരിഫിനെ പാർഷ്യലി സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില പ്രൊവിഷൻസ് അലോ ചെയ്ത് ചില പ്രൊവിഷൻസ് അലോ ചെയ്യാതെ, അതായത് 2 ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ചിലപ്പോൾ ഒരു റൂളിങ്ങിലേക്ക് വന്നേക്കാം എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് വെക്കണം എന്നുള്ള. പക്ഷേ നമ്മുടെ മൈഫിൻ്റെ റിസർച്ച് ഡെസ്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സപ്പോസ് ഇഫ് ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഏതാണ്ട് ട്രംപ് കേസ് ജയിച്ച പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ട്രംപ് കേസ് ജയിക്കുകയാണെങ്കിൽ ദാറ്റ് മാറ്റർ ഈസ് ക്ലോസ്ഡ് ഫോർ എവർ. ഇൻ കേസ് ട്രംപ് ലൂസ് ചെയ്യുകയാണ്, അതിന് ലീഗാലിറ്റി ഇല്ല എന്ന് സുപ്രീം കോടതി പറയുകയാണെങ്കിൽ ആണ് എൻ്റെ പേടി. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പേടിക്കുന്ന കാര്യം വെച്ചാൽ, ഇത് സാധാരണ ഒരു ലോ ബൈഡിങ് സിറ്റിസനോ പ്രസിഡൻറ്റോ ആണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ വിധിയെ മാനിച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത. പക്ഷെ ട്രംപിനെ പോലത്തെ ഒരു ക്യാരക്ടർ ഇത് വേണ്ട രീതിയിൽ എടുക്കില്ല. എന്തിനാ? ബൈഡനായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് പോലും അദ്ദേഹം കുറേ നാളത്തെ, ഞാൻ പറഞ്ഞ ട്രംപ് തോറ്റ ഇലക്ഷനാണ്, ഇപ്പോഴത്തെ അല്ല, അതിന് മുമ്പത്തെ ടേമിൽ തോറ്റ ഇലക്ഷന് ജനങ്ങളുടെ വിധി പോലും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു ട്രംപ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സും വെൽ വിഷേഴ്സും അതിലൊരു നല്ലൊരു വിഭാഗം ആൾക്കാർ ചിലപ്പോൾ ഈ സുപ്രീം കോടതി റൂളിനെ വേണ്ട രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യില്ല. പകരം ഇത് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് എതിരെ തിരിയാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. എനിക്കിപ്പോഴും യു എസിലെ ഈ കോർട്ട് ഓഫ് ലോയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായിട്ട് അറിവില്ല. ഇനിയിപ്പോൾ ഈ ട്രംപിന് സുപ്രീം കോടതി ജഡ്ജിനെ വരെ മാറ്റാനുള്ള അധികാരം യു എസ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണല്ലോ, ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലോ ഫെഡ് റിസർവ് ചെയർമാനെ ഞാൻ എടുത്ത് മാറ്റും എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കണ്ടു. അതുകൊണ്ട് ട്രംപ് എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളാൻ പോകുന്നതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പേടിയാണ്. അപ്പോൾ ട്രംപ് ഇത് തോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് നോർമൽ രീതിയിൽ ഇത് എടുക്കില്ല, ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രംപ് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സപ്പോസ് തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഹീ വിൽ ഫൈൻഡ് അതർ മീൻസ്, അതായത് വേറെ എന്തെങ്കിലും മാർഗങ്ങളോ വേറെ എന്തെങ്കിലും സെക്ഷൻസോ ഒക്കെ കൊണ്ടുവന്ന് തിരിച്ച് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അപ്പം നമ്മൾ ഒരു വശത്ത് നമ്മൾ പറയുകയാണ് ഇന്ന് വരാൻ പോകുന്ന കോർട്ട് റൂളിംഗ് അല്ലെങ്കിൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വലിയൊരു എന്താ പറയുക, ഒരു നോൺ ഈവൻ്റ് ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ വീണ്ടും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ. ബട്ട് ഒരു കാര്യം മാത്രം ഉറപ്പുണ്ട്, ഈ റൂളിംഗ് ട്രംപിന് എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒപ്പീനിയൻ ചേഞ്ച് ലോകമെമ്പാടും മാറും. അപ്പോൾ ട്രംപിൻ്റെ PR സ്ട്രാറ്റജിയിൽ ചെറിയൊരു തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിനോട് ഞാൻ ചേർത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ US അംബാസഡർ ആയിട്ടുള്ള സെർജിയോ ഗ്രോർ വിൽ ബി ഇൻ ഇന്ത്യ ഫ്രം January 12 ഓൺവേർഡ്സ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് എക്സൈറ്റഡ്. അദ്ദേഹം വെറും ഒരു ഡിപ്ലോമാറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ട്രംപിൻ്റെ അടുത്ത് ഒരുപാട് സേ ഉണ്ട്. ട്രംപിൻ്റെ ഒരു ഇൻസൈഡർ മാൻ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല. കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ US ജോബ് ഡേറ്റയാണ്. അതായത് US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ, അതിനകത്ത് BLS, അതായത് December 2025 എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ റിപ്പോർട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതും 8:30 AM EST, അമേരിക്കൻ ടൈം EST 8:30 AM ആ ഒരു റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 70,000 മുതൽ 73,000 വരെ ജോബ് അഡീഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ അത് നമുക്കറിയില്ല എങ്ങനെയാണ് ഫിഗേഴ്സ് വരാൻ പോകുന്നത്. ബട്ട് 2026 തുടങ്ങിയതിന് ശേഷം ഒരു മേജർ ലേബർ ഡേറ്റയാണ് ഈ പുറത്ത് വരുന്നതെന്നുള്ള കാര്യം. ഷട്ട് ഡൗൺ ഒക്കെ കാരണം ഒരുപാട് കാര്യങ്ങൾ കാരണം ഡിഫേർഡ് ആയിട്ടാണ് പല ഡേറ്റ വന്ന് ഇതിപ്പോൾ 2026 മേജർ ഒരു ഡേറ്റ വരുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫെഡ് ഇതിനെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് അവർ നിശ്ചയിക്കുന്നത് എന്നുള്ളത്. സോ ദ വേൾഡ് ആൻഡ് ദ US അനലിസ്റ്റ് വിൽ ബി വാച്ചിങ് ദിസ് ഡേറ്റ വെരി ക്ലോസ്ലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ US മാർക്കറ്റിലേക്ക് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അവർ അപ്വേർഡ് മൂവ്മെൻറ്റ് നടന്നു എന്നുള്ളതാണ്. അതായത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏതാണ്ട് അതായത് ഇപ്പോൾ US ഈ അടുത്ത കാലത്ത് അതായത് ഡിഫൻസിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഏതാണ്ട് $900 ബില്യൺ എന്ന് പറയാം. $901 ബില്യൺ ആണ് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ് എന്നുള്ളത്. ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യം വെച്ചാൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഡിഫൻസ് ഒരു 50% കൂട്ടി 1.5 ട്രില്യൺ ആക്കി മാറ്റണം എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതായത് ഡിഫൻസ് ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് ഇന്നലെ US മാർക്കറ്റിലെ പല സ്റ്റോക്കുകൾ ഡിഫൻസ് സ്റ്റോക്കുകൾ അതായത് എനിക്ക് തോന്നുന്നു ലോക്ഹീഡ് മാർട്ടിനൊക്കെ ഏതാണ്ട് 4% അപ്പായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നോർത്രോപ്പ് ഗ്രൂമാൻ NOC എന്ന് പറയുന്ന ഡിഫൻസ് സ്റ്റോക്ക് പ്ലസ് 2.4% അപ്പായിരുന്നു. RTX അതായത് പണ്ട് ഫോർമർലി റെയ്ത്തോൺ എന്ന് പറഞ്ഞ കമ്പനി റെയ്ത്തിയോൺ എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 0.9% അപ്പായിരുന്നു. ക്രാറ്റോസ് ഡിഫൻസ് ഏതാണ്ട് 13.8% അപ്പായിരുന്നു. പൊതുവേ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ S&Pയിലെ ഈ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ETF XAR എന്നാണ് പറയുന്നത്. അതൊക്കെ ഓൾ ടൈം ഹൈ അടിച്ച ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ ഡിഫൻസ് സ്റ്റോക്സ് കംപ്ലീറ്റ് ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കയറിയെങ്കിലും മിനിങ്ങാന്ന് ഈ പറയുന്ന പോലെ ഡിഫൻസ് സ്റ്റോക്സ് ഭയങ്കര രീതിയിൽ ഡൗൺ ആയിരുന്നു എന്നുള്ള. അതായത് ലോക്ഹീഡ് മാർട്ടിൻ 4.8% ഡൗൺ ആയിരുന്നു. നോർത്രോപ്പ് ഗ്രൂമാൻ എന്ന് പറയുന്ന കമ്പനി -4.8% ആയിരുന്നു. RTX എന്ന് പറയുന്ന സ്റ്റോക്ക് മിനിങ്ങാന്ന് 2.5% ഡൗൺ ആയിരുന്നു. അതായത് മിനിങ്ങാന്ന് ഡൗൺ ആയിരുന്നു, ഇന്നലെ കയറി. മിനിങ്ങാന്ന് ഡൗൺ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതേ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. എക്സിക്യൂട്ടീവ് ഓർഡർ ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒപ്പൈൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ
ഡിഫൻസ് കമ്പനീസ് ഉണ്ടല്ലോ, അമേരിക്കൻ ഡിഫൻസ് കമ്പനീസ് ഇനി അങ്ങോട്ട് ഈ ലിസ്റ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് കമ്പനീസ് ഈ ബൈ ബാക്കും ഡിവിഡൻഡും കുറയ്ക്കണം. പകരം ആ പൈസ തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ ഇട്ടിട്ട് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾ ഡെഡ് ലൈൻസും ടൈം ലൈൻസും മീറ്റ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ ജോലി കിട്ടും. അതുമാത്രമല്ല അമേരിക്കൻ ഗവൺമെൻറ് കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഈ കമ്പനികൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള പ്രോഡക്ട്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതും നല്ല റവന്യൂ ആയിട്ട് ഈ ഡിഫൻസ് കമ്പനീസിന് കിട്ടും. ഇതൊക്കെ കാരണം തന്നെ അമേരിക്കൻ കമ്പനികൾക്കും ഡിഫൻസ് കമ്പനികൾക്കും അമേരിക്കൻ എക്കണോമിക്കും ഇത് ബെനിഫിറ്റ് ചെയ്തും. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഡിവിഡൻഡും ബൈബാക്കും ഉപയോഗിച്ച് കമ്പനിക്കകത്തുള്ള പൈസ നിങ്ങൾ എടുക്കരുത്. പകരം അത് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നോടുകൂടി മിനിങ്ങാന്ന് ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവർ അതൊരു നെഗറ്റീവായിട്ടായിരിക്കുമല്ലോ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒരു രസമുള്ള കാര്യം ഒന്നെന്നറിയോ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ടാറ്റയുടെയും ടി സി എസിന്റെയും കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു വെച്ചാൽ ടാറ്റയ്ക്ക് ടി സി എസ്, ടാറ്റ സൺസ് ആണ് ടി സി എസിന്റെ പ്രൊമോട്ടർ. ടാറ്റ സൺ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട്, നമ്മൾ ഡിവിഡൻഡ് എതിരല്ല, നമ്മൾ ഇതിന്റെ വേറൊരു ആംഗിൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നിർത്തിയെന്നു. അതിനർത്ഥം നമ്മൾ ഡിവിഡൻഡ് എതിരാണെന്നോ ടാറ്റയുടെ എതിരാണെന്നൊന്നുമല്ല. നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താ, ഈ ടാറ്റ എന്ന് പറയുന്ന ടാറ്റ സൺസ് ആണ് ടി സി എസിന്റെ പ്രൊമോട്ടർ. 72% ഹോൾഡിംഗ് ആണ് ടാറ്റ സൺസിന് ടി സി എസിനകത്തുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ടി സി എസ് എന്ന് പറഞ്ഞാൽ നല്ല കമ്പനിയാണ്. സോഫ്റ്റ്വെയർ IT ഇനേബിൾഡ് സർവീസസിലെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ്. വേൾഡിലെ തന്നെ നല്ലൊരു ടെക്നോളജി കമ്പനിയാണ്. അവർ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ ഉണ്ടാക്കി നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നല്ല ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന കമ്പനി. അതായത് ക്യാഷ് ഇങ്ങനെ വന്ന് കുന്ന് കൂടുകയാണ് ഈ കമ്പനിയിൽ നിന്ന്. ആ ക്യാഷ് അവരെന്ത് ചെയ്യുന്നു, അവർ ഡിവിഡൻഡിനും ബൈബാക്കിനും യൂസ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് അവർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം നോക്കുക. 100 രൂപയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഡിവിഡൻഡാണ് ടോട്ടൽ കമ്പനി. 100 രൂപ ഡിവിഡൻഡാണ് ടോട്ടൽ കമ്പനി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അതിൽ 72 രൂപയും പോകുന്നത് ആരാ? പ്രൊമോട്ടറാണ് പോകുന്നത്. ബാക്കി 28 കിട്ടുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോലത്തെ സാധാരണ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്പാവികളായിട്ടുള്ള നമ്മൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയെന്ന് സന്തോഷിക്കുമെങ്കിലും നമ്മുടെ കമ്പനിയുടെ പൈസയാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതിലൊരു ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പ്രൊമോട്ടർ വലിയ രീതിയിൽ പൈസ എടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രൊമോട്ടർ വലിയ രീതിയിൽ പൈസ, ഞാനതിനെ ഒരിക്കലും ഇല്ലീഗലായിട്ട് പറയില്ല, അതൊരു ലീഗലായിട്ടുള്ള. പക്ഷേ ടാറ്റാസ് ഇതെന്താ, എനിക്ക് ടാറ്റാസിൻ്റെ ആറ്റിറ്റ്യൂഡിനോടാണ് പ്രശ്നം. കാര്യം ടാറ്റാസ് എന്താ ചെയ്യുക, ടാറ്റാസിന് പൊതുവെ ഒരു കുഴപ്പമുണ്ട്. അതായത് ടാറ്റാസിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിലാണ്, ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഇത് എല്ലാവർക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ഞാൻ അതിനെ വെൽക്കം ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടാറ്റാസിനെ പൊതുവെ ഞാൻ ഈ മാർക്കറ്റിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് പറയാം. ഏറ്റവും നല്ല ഐ.ടിയുടെ ബെസ്റ്റ് കാലം എത്രയായിരുന്നു എന്നറിയോ? അതായത് 1990s തൊട്ട് 2000 വരെ. അതായത് 2000-ൽ 1990s അവസാനം 1999-ലും 2000-ലും .com ബബിൾ വന്ന് IT സ്റ്റോക്സ് ലോകമെമ്പാടും പൊട്ടുന്നതിന് മുമ്പേ IT-യുടെ സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരുന്ന സമയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ 1990 മുതൽ 1999, 2000 വരെ. ആ സമയത്ത് തുടങ്ങിയ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി വളരെ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് ലിസ്റ്റ് ചെയ്ത്, എനിക്കൊന്ന് 1993-ൽ 95 രൂപ പെർ ഷെയറിനാണ് അവർ ലിസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്നിട്ട് ആ കമ്പനിയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് നമ്മളെപ്പോലത്തെ ഒരു ഷെയർ ഹോൾഡറിന് ബെനിഫിറ്റ് കിട്ടി. എന്നാൽ ആ സമയത്തൊന്നും TCS ലിസ്റ്റ് ചെയ്തിട്ടില്ല. TCS ഇൻഫോസിസിന് മുമ്പേ ഉള്ളൊരു കമ്പനിയാണ് TCS എന്ന് പറയുന്നത്. എന്നിട്ടും അവർ ലിസ്റ്റ് ചെയ്യണത് എപ്പോഴാണെന്നറിയോ? അതായത് ഇൻഫോസിസ് നമുക്ക് ആ ഇൻഡസ്ട്രിയുടെ കംപ്ലീറ്റ് ഗ്രോത്ത് നമുക്ക് തന്നു. ഷെയർ ഹോൾഡറായിട്ട് നിൽക്കുമ്പോൾ ആ കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റ് കാരണം നമ്മുടെ ഷെയർ എന്തോരമാണ് കയറി. നിങ്ങളൊന്ന് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്നില്ല. എന്നാൽ ആ സമയത്തൊന്നും TCS ഇൻവെസ്റ്റ് ചെയ്യാതെ .com ബബിളൊക്കെ പൊട്ടി നശിച്ച് നാറാണക്കല്ലായതിനു ശേഷം മാർക്കറ്റ് മെച്യൂർ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു 2004 ഓഗസ്റ്റിൽ എങ്ങാണ്ടാണ് ഈ പറയുന്ന പോലെ TCS ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള. അപ്പോഴത്തേക്കും അതിൻ്റെ ക്രീം പോയി എന്ന് പറഞ്ഞ് TCS അതിനുശേഷം വെൽത്ത് ക്രിയേറ്റ് ചെയ്തില്ലെന്നല്ല. TCS നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു, നല്ല മാനേജ്ഡ് കമ്പനി തന്നെ ആയിരുന്നു എന്നല്ല. ബട്ട് അവർ 1990 മുതൽ അവരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ അതിനെയല്ല കുറ്റം പറയണേ. ഇതിൻ്റെ കുറ്റം പറയുന്നത് വെച്ചാൽ ഈ ബഡ്ഡിങ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജീസ് ഒന്നും ടാറ്റ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ടാറ്റയുടെ ഇലക്ട്രോണിക്സ് ഡിവിഷൻ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവിഷൻ ഇന്നും അതിൻ്റെ ഗ്രോത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ടാറ്റ പൈസ ഇട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ബിസിനസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള പൈസ ടാറ്റ സൺസിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ TCS പോലെയുള്ള കമ്പനിയുടെ പൈസ എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ടാറ്റ സൺസ് അവരുടെ ബഡ്ഡിങ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് സെമി കണ്ടക്ടർ ചിപ്സ് ഒക്കെ ചെയ്യുന്നു. അതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം അതിലൊന്നും നമുക്ക് ബെനിഫിറ്റ് ഇല്ല.
ടാറ്റാസ് അതിലേക്ക് പൈസ ഇട്ട് ഒരു സ്കെയിലായി അതിനെ വളർത്തി വലുതാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കും കൂടെ അവകാശപ്പെട്ട TCSന്റെ പൈസ ഉപയോഗിച്ച് ടാറ്റാസ് ലോവർ ലെവലിൽ ലോവർ ഷെയർ പ്രൈസിനാണ് ഈ സെമി കണ്ടക്ടർ ചിപ്പ് എന്ന് പറയുന്ന ഡിവിഷനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കംപ്ലീറ്റ് കിട്ടി. അതൊരു വലിയൊരു കമ്പനിയായി മാറിയതിനു ശേഷം ഒരു IPOയിൽ കൂടെ വന്ന് വലിയ പ്രൈസിന് നമ്മളെ പോലത്തെ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിൽ വയ്ക്കും. നമ്മുടെ TCSലെ പൈസ ഉപയോഗിച്ച് അവരുണ്ടാക്കിയെടുത്ത സെമി കണ്ടക്ടർ ചിപ്പ് കമ്പനി നമുക്ക് തന്നെ ഒരു IPO ആയിട്ട് ഹയർ റേറ്റിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ് അത് കാണുന്നത് എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ഈ TCSന്റെ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ ഉപയോഗിച്ച് TCS തന്നെ കുറെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി വലുതാക്കിയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. അതായത് ഈ പൈസ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം ഈ പൈസ ഇതിനകത്തേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും ഇതിൽ റവന്യൂവും പ്രോഫിറ്റ്സും കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് TCSൽ കിട്ടാവുന്ന ഷെയർ ഹോൾഡർ റിട്ടേൺസ് അല്ലെങ്കിൽ ആ ഷെയറിന്റെ മൂവ്മെന്റ് എന്നുകൊണ്ട് വളരെ ഹൈ ആയിരുന്നു. ഇതൊക്കെ പോട്ടെ, ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന കാശ് ഉപയോഗിച്ച് അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സെമി കണ്ടക്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് സെക്ടറിൽ അല്ലെങ്കിൽ മെമ്മറി ചിപ്സ്, ഇന്നലെ നമ്മൾ മെമ്മറി ചിപ്സിന്റെ സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, ഏതെങ്കിലും കമ്പനികൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പുകളെ ബൈ ചെയ്തിരുന്നെങ്കിലോ? ശരിയാണ്. എന്ത് രീതിയിൽ ഇന്ത്യ ഒരു വേൾഡ് മാപ്പിൽ എത്തായിരുന്നു എന്നുള്ളത് നമ്മൾ കുറ്റം പറയുന്നില്ല. ഒരു കമ്പനി മാനേജ്മെന്റ് ഡിസ്ക്രിപ്ഷനാണ് അത് ചെയ്യുക. പക്ഷേ ഞാനൊരു ഔട്ട്സൈഡർ എന്ന രീതിയിൽ ഞാൻ TCS ഹോൾഡ് ചെയ്യുന്നില്ല. എനിക്ക് അതിനകത്ത് നെഗറ്റിവിറ്റിയും ഇല്ല പോസിറ്റീവ് ഇല്ല. ഒന്ന് ആലോചിക്കും, ഇത്രയും പൈസ വരുന്നു, ഡിവിഡൻഡ് കൊടുത്ത് ചെറിയൊരു എമൗണ്ട് നമുക്ക് തരണതിന് പകരം ഇവർക്ക് എത്രയോ കമ്പനികൾ വേണമെങ്കിൽ ടാറ്റ വിചാരിച്ച വേണമെങ്കിൽ NVIDIA ഒന്നും അല്ലാത്ത സമയത്ത് മേടിക്കായിരുന്നു അല്ലേ? അങ്ങനത്തെ രീതിയിൽ മേടിക്കുന്നതിന് പകരം ട്രൂലി നമ്മൾ ഇതൊന്നും ഡൈവേഴ്സിഫൈ ചെയ്യാതെ അങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ് അതിനകത്തുള്ളത്. പിന്നെ ഇപ്പോൾ ഡിവിഡൻഡ് കാര്യം നമ്മൾ സംസാരിച്ചു. ബൈബാക്കിൻ്റെ കാര്യം നിങ്ങൾ അടുത്ത കാലത്ത് വന്നൊരു ബൈബാക്ക് നോക്കൂ. ഇൻഫോസിസിൽ ഇപ്പോൾ ഒരു ബൈബാക്ക് ഉണ്ട്. ഇൻഫോസിസിൻ്റെ ബൈബാക്കിൻ്റെ സമയത്ത് ഇൻഫോസിസിൻ്റെ പ്രൊമോട്ടേഴ്സായ നാരായണമൂർത്തി, നന്ദൻ നിലേക്കാനി, ക്രിസ് ഗോപാലകൃഷ്ണൻ, ഷിബുലാൽ എക്സെട്ര ആൾക്കാർ പ്രൊമോട്ടേഴ്സ് പറഞ്ഞു എന്താ അറിയോ, ഞങ്ങൾ ബൈബാക്കിന് ഇടപെടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ബൈബാക്ക് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എന്താ, ബൈബാക്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുമ്പോൾ എന്താ, ഏർണിംഗ്സ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും, കമ്പനിയുടെ വാല്യൂഷൻ കൂടും. എന്തുകൊണ്ടാണ് കമ്പനി ബൈബാക്ക് ചെയ്യണത്? കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയോണ്ടാണ്. ഞങ്ങൾക്ക് ഈ കമ്പനിയിലുള്ള കോൺഫിഡൻസും കൺവിക്ഷനും വളരെ നല്ലതാണ്. ബട്ട് ബൈബാക്കിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. കാര്യം ഞങ്ങളെക്കാട്ടിലും ബെനിഫിറ്റ് കിട്ടേണ്ടത് മൈനോറിറ്റി റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്ന് നടത്തുന്നു എന്ന് പറയുന്ന ഇൻഫോസിസ് മാനേജ്മെന്റ് ഒരു സൈഡിൽ, TCS ആണെങ്കിലോ ബൈബാക്ക് വന്ന് അവർ മേടിച്ചു കൂട്ടും. അവർ മേടിച്ച് കൂട്ടി അവരുടെ ഷെയർ ഹോൾഡിംഗ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ള. അവർ വിൽക്കും, കുറച്ച് അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ബൈബാക്കിൽ കൂടെ അവർ വീണ്ടും തിരിച്ച് ബൈ ചെയ്യും എന്നുള്ള. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കാര്യം ഇത് എന്തുകൊണ്ട് TCS അങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ടാറ്റ സൺസ് ഇന്നിപ്പോൾ നമ്മൾ ഈ മിസ്ത്രി ഫാമിലിയും ഈ രത്തൻ ടാറ്റ ഈ ടാറ്റ ഫാമിലിയും തമ്മിലുള്ള വഴക്ക് ടാറ്റ സൺസിൽ നടക്കാൻ കാര്യം എന്താ, ടാറ്റ സൺസിൻ്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. ഡിവിഡൻറ്റും ഫീസും വെച്ചിട്ടാണ് ടാറ്റ സൺസ്. ആ ടാറ്റ സൺസിലെ വരവ് അതാണ്. അത് മാത്രമല്ല ആ പൈസ ഉപയോഗിച്ചാണ് അവർ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനെ വലുതാക്കി എടുക്കണമെന്നുള്ള. അതിന് വേണ്ടിയിട്ടുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ അർത്ഥം എത്രത്തോളം പൈസ അതിനകത്ത്. എന്നാൽ ടാറ്റ സൺസ് ഇവർ ലിസ്റ്റ് ചെയ്യുമോ? അതും ചെയ്യത്തില്ല. അത് ലിസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും ഈവൻ മിസ്ത്രി ഫാമിലി പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യൂ, ഞങ്ങൾക്കും എക്സിറ്റ് കിട്ടും, സാധാരണക്കാർക്കും ഗ്രോത്ത് കിട്ടുന്നത്. ടാറ്റ അത് ചെയ്യില്ല. കാര്യം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വരും. എത്രയൊക്കെ പൈസ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്നു, ഈ പൈസ അങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ ടാറ്റയെ സംബന്ധിച്ച് അത് മോശമായിട്ട് ഞാൻ പറയുന്നില്ല. ബട്ട് ഈവൻ ദെൻ എനിക്കതിനെ വ്യക്തിപരമായിട്ട് അതിനോട് താല്പര്യമില്ല. പറയുന്ന പോലെ ലീഗലി നോക്കുമ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഇത് പ്രശ്നമാണെന്നല്ല, ഇതൊരു ആസ്പെക്റ്റ് ആണ്. നമുക്ക് ഒരു കാര്യത്തിനെ ഏതൊക്കെ ആംഗിളിൽ കാണാനാണ്. എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഒരാൾ പറയുന്നു ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ല, ഇന്ന രാഷ്ട്രീയ പാർട്ടി മോശമാണെന്നുള്ള, അത് അയാളുടെ അധികാരമാണെന്നുള്ള. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനകത്ത് എതിർത്ത് ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇയാൾ തെറ്റാണ്, ഇയാൾ ശരിയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യത്തിൽ എല്ലാവർക്കും അതിൻ്റെതായ പോയിന്റ് ഉണ്ട്. ഒപ്പീനിയൻസ് മേക്ക് മാർക്കറ്റ് അല്ലേ? ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം, ഡിസിഷൻ എടുക്കാതിരിക്കാം എന്നല്ല. അങ്ങനെയാണ് ഒരു മെച്യൂർ കമ്മ്യൂണിറ്റി സൊസൈറ്റി നമ്മൾ ബിഹേവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. നമ്മളിനി നോക്കുകയാണെങ്കിൽ മോൾ സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ S&P 500 ഒക്കെ ഫ്ലാറ്റിഷ് ആയിരുന്നു, 0.01% അപ്പ്. നാസ്ഡാക്ക് -0.44% ഡൗൺ ആയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നൈക്കി ഏതാണ്ട് 3% അപ്പായിരുന്നു. നമുക്കറിയാമല്ലോ സ്റ്റീവ് ജോബ്സ് പേഴ്സണൽ കപ്പാസിറ്റിയിൽ നൈക്കിയുടെ സ്റ്റോക്സ് മേടിക്കുന്നു എന്നുള്ള. നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ US മാർക്കറ്റിൽ നോക്കുമ്പോൾ ഹോം ഡിപ്പോ 3% അപ്പ്, കൊക്കക്കോള 2.64% അപ്പ്, മൊണ്ടാലസ് ഏതാണ്ട് കാഡ്ബറീസിൻ്റെ കമ്പനി 4.8% അപ്പ്, കോസ്കോ എന്ന് പറയുന്ന റീറ്റെയിലിംഗ് കമ്പനി 3.73% അപ്പ്. ഓയിൽ ആൻഡ് ഗ്യാസ് മേജേഴ്സ് കണ്ടിന്യൂസ് ടു ഗോ അപ്പ്. കോങ്കോഫിലിസ് +5%, ഷ്ലൂംബർഗർ 4.86%. ഇതൊക്കെയാണ് ഗെയിനേഴ്സ് എങ്കിൽ. ലൂസേഴ്സ് നോക്കുമ്പോൾ ഇന്റൽ -3.5, ബ്രോഡ്കോം -3.2, മൈക്രോൺ ടെക്നോളജി -3.7, സെയിൽസ് ഫോഴ്സ് -2.1, NVIDIA -2.1, മൈക്രോസോഫ്റ്റ് -1.1. ഇറ്റ് സീംസ് ദാറ്റ് ദർ ഇസ് എ സ്മോൾ സെക്ടർ റൊട്ടേഷൻ ഇൻ US മാർക്കറ്റ് എവേ ഫ്രം AI ടെക്നോളജി സ്റ്റോക്സ്. ബട്ട് ഇത് ടെമ്പററി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറാൻ എഗെയിൻസ്റ്റ് പുതിയതായിട്ട്
ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നു കാരണം ഓയിൽ മാർക്കറ്റ് ഒന്ന് ജമ്പ് ചെയ്ത് 5% ഓവർനൈറ്റ് അങ്ങാണ്ട് കയറി $62.69 per ബാരലായിരുന്നു. ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ പ്രഷ്യസ് മെറ്റൽ കണ്ടിന്യൂസ് ടു ഗോ ഡൗൺ. ഗോൾഡ് ആൻഡ് സിൽവർ ചെറുതായിട്ടൊന്ന് താഴേക്ക് പോകുന്നുണ്ട്. സിൽവർ അറ്റ് 1 എനിക്ക് 5% ഡൗൺ ആയിരുന്നു, ക്ലോസ് ചെയ്തത് 1% താഴെയാണെന്നുള്ളതാണ്. പിന്നെ US വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇൻഫർമേഷൻ ഞാൻ റിയോ ടിൻഡോയും ഈ പറയുന്ന പോലെ ഗ്ലെൻകോറും, രണ്ട് മൈനിങ് കമ്പനി. ഈ ഗ്ലെൻകോർ എന്ന് പറഞ്ഞാൽ കോളിൻ്റെ വലിയ രാജാവാണ്, റിയോ ടിൻഡോ എന്ന് പറഞ്ഞാൽ മെറ്റൽസിലെ വലിയ രാജ. ഇത് രണ്ടും കൂടെ യോജിച്ച് ലോകത്തെ വലിയൊരു മൈനിങ് കമ്പനിയായി, ലാർജസ്റ്റ് മൈനിങ് കമ്പനിയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ഒരു എനിക്കൊരു $200 billion മുകളിലൊക്കെ അതിൻ്റെ ഒരു വാല്യുവേഷൻ വരാനുണ്ട്. ബട്ട് ഈവൻ തന്നെ ഇതിനകത്തൊരു വേറെ കാര്യമുണ്ട്. മോസ്റ്റ് വാല്യുബിൾ മൈനർ ആയിട്ടുള്ള മൈനിങ് കമ്പനി ആയിട്ടുള്ള BHP ഗ്രൂപ്പ്, ഓസ്ട്രേലിയൻ ആണ്. ഈ BHP ഗ്രൂപ്പ് ഓസ്ട്രേലിയൻ സ്റ്റോക്ക് മാർക്കറ്റായ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച്, അതായത് ASX ലിസ്റ്റഡ് ആണ്. അവരാണ് മോസ്റ്റ് വാല്യുബിൾ മൈനിങ് കമ്പനി. മിക്കവാറും ഈ മെർജർ വരുന്നതോട് കൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായി ഈ BHP ഗ്രൂപ്പിനെ ഓവർടേക്ക് ചെയ്ത് ഈ ഗ്ലെൻകോറും ഈ റിയോ ടിൻഡോയും കൂടെ, അതായത് US കമ്പനിയായി മാറി. അതായത് US ഏറ്റവും വലിയ ഏറ്റവും വലിയ കമ്പനിയായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവർ എനിക്ക് തോന്നുന്നു കൂടുതൽ കോപ്പർ ആണല്ലോ ന്യൂ ഏജ് മെറ്റൽ എന്നുള്ള രീതിയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള പോവും എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇന്ന് വരാനുള്ള, ഇന്ന് 10:10 ഒരു കാര്യം വരാനുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം IEX എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്ന് ആ ഒരു എന്താ പറയുക ഒരു ഹിയറിംഗ് നടക്കുകയാണ് ലീഗലായിട്ട് ഉള്ളതെന്നുള്ളതാണ്. നമുക്കറിയാലോ ഈ IEX എന്ന് പറഞ്ഞാൽ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മൾ ഈ ഗ്രോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെറോദ അല്ലെങ്കിൽ കോട്ടക് എന്ന് പറയുന്ന ബ്രോക്കറിനെ പോലെ ആക്ട് ചെയ്യുന്ന അസലൈറ്റ് പ്ലാറ്റ്ഫോമാണ് IEX. അവിടെ സെല്ലേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും ബയേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. അത് മീറ്റ് ചെയ്ത് ഒരു ട്രേഡിംഗ് ഫിസിക്കലി നടക്കുമ്പോൾ ഇവർക്കൊരു ട്രാൻസാക്ഷൻ ഫീ കിട്ടും എന്നുള്ളതാണ്. ഇതിൽ സെല്ലേഴ്സ് ആരാന്നറിയോ? സെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ കമേഴ്സ്യലായിട്ട് പവർ ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ NTPC ഒക്കെ പവർ ജനറേറ്റ് ചെയ്യുന്ന സെല്ലേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് എക്സ്ട്രാ സർപ്ലസ് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അവരും സെല് ചെയ്യാൻ വരും. പവർ ജനറേറ്റിംഗ് കമ്പനീസായ NTPCയും വരും. അതുമാത്രമല്ല ഈ റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്ന കമ്പനികളും ഒക്കെ സെല് ചെയ്യാനായിട്ട് വരും. ഇപ്പുറത്തെ സൈഡിൽ ആരാ മേടിക്കാനുള്ളത്? ഇലക്ട്രിസിറ്റി ബോർഡുകളാണ് ഈ പവർ മേടിക്കുന്നത്. ഇപ്പോൾ KSEB അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ബൈ ചെയ്യും. അല്ലെങ്കിൽ ആരാ ബൈ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പോലെ വലിയ കമ്പനികൾക്ക് പവർ വേണം. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ പോലുള്ള കമ്പനികൾക്കും പവർ വേണമെന്നുള്ള. അപ്പോൾ ഇത്രയും ബയേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ, സെല്ലേഴ്സ് ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഡിസ്കോംസും കമ്പനികളും ഇൻഡസ്ട്രീസും ബയറായിട്ട് നിൽക്കുന്നു. സെല്ലേഴ്സ് എന്ന് പറയുന്നത് പവർ ജനറേറ്റിംഗ് കമ്പനീസ്, അത് NTPC പോലുള്ള കമ്പനീസ്, പുതിയ ന്യൂ ജനറേഷൻ റിന്യൂവബിൾ എനർജി കമ്പനികൾ, അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IEX എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയാം, ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയും. അതിലെ ഏതാണ്ട് 90-95% IEXന്റെ കയ്യിലാണ്. 3 എക്സ്ചേഞ്ച് ഉണ്ടെങ്കിലും IEX ആണ് ഇതിൻ്റെ മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഫീ ആണ് ഇവരൊരു 70-75% റവന്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് മോണോപ്പൊളി ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് IEX. അത് പല ടൈപ്പ് മാർക്കറ്റുകൾ ട്രാൻസാക്ഷൻസ് അതിനകത്തുണ്ട്. ഡേ അഹെഡ് മാർക്കറ്റ്, റിയൽ ടൈം മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലൊന്നും പോകുന്നില്ല. ബട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ 3 കമ്പനികൾ, അതായത് IEX, PXIL, HPX, ഇങ്ങനെ 3 കമ്പനീസ് ഉണ്ടെങ്കിലും ഈ ട്രേഡിങ്ങും ട്രാൻസാക്ഷൻ കോസ്റ്റും ഒക്കെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അൽഗോരിതത്തിലാണ് നടന്നിരുന്നത്, അവരുടെ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസത്തിൽ. അപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലുള്ള റേറ്റിലാണ് നടന്നിരുന്നത്. അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടിരുന്ന സിസ്റ്റംസ് ഏറ്റവും നന്നായിരുന്നത് IEX ആണ്. അതുകൊണ്ട് തന്നെ 90-95% മാർക്കറ്റ് ഷെയറും എല്ലാവരും ട്രേഡ് ചെയ്തിരുന്ന ബയേഴ്സും സെല്ലേഴ്സും ഉപയോഗിച്ചിരുന്നത് IEXൻ്റെ പ്ലാറ്റ്ഫോം ആയിരുന്നു എന്ന് മാത്രം. ഇപ്പം എന്താ പറ്റിയത്? ഇപ്പം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞ് CERC ഓർഡർ. CERC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി, CERC ഒരു ഓർഡർ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇനി 3 പേരുടെയും കൂടെ കമ്പൈൻ ചെയ്തൊരു കോമൺ അൽഗോരിതത്തിൽ ഇത് നടക്കണം എന്നുള്ള രീതിയിലേക്ക് CERC ഒരു ഓർഡർ കൊണ്ടുവന്നു. ജൂലൈയിലാണ് 2024 എന്ന് 2025 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതോടുകൂടി ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട്, അതായത് എന്താണോ മോണോപ്പൊളി ഈ പറഞ്ഞ പോലെ IEXന് ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് പോവും എന്നുള്ള, അതായത് അവരുടെ മാർക്കറ്റ് ഷെയർ 90-95% നിന്നും ഒരു 65-60% കുറയാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. IEX എന്ത് ചെയ്തു? ഈ ഓർഡറിന് CERCയുടെ ഈ ഓർഡറിന് അഗെയിൻസ്റ്റ് ആപ്ലെറ്റ് ട്രിബ്യൂണൽ, അതായത് ആപ്റ്റൽ എന്ന് പറയും, APTEL, അതായത് ആപ്ലെറ്റ് ട്രിബ്യൂണൽ ഫോർ ഇലക്ട്രിസിറ്റിയിലേക്ക് ഇവരിതിനെ ചലഞ്ച് ചെയ്തിട്ട് പറഞ്ഞു ഇത് നേരായ രീതിയിലല്ല നടക്കുന്നത്, നല്ല രീതിയിലും നല്ല ഉദ്ദേശത്തിലും അല്ല നടക്കുന്നത്
നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ CERC ആർഗ്യൂ ചെയ്തത് എന്താ, ഗ്രിഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ റിപ്പോർട്ട് പ്രകാരം കുറേ ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ടും ഇൻ്റർനാഷണൽ പ്രാക്ടീസസും പ്രകാരം ഗ്രിഡ് ഇന്ത്യ പറഞ്ഞത് പ്രമാണിച്ചാണ് ഞങ്ങൾ CERC ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അല്ലാണ്ട് നിങ്ങളെ നശിപ്പിക്കാനല്ല. അപ്പോൾ IEX പറയുന്ന കാര്യം, ഞങ്ങളായിരുന്നു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ആ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ 2 പേര് വന്നു, PXIL-ഉം HPX-ഉം വന്നു. ഇപ്പോൾ ഈ ഒരു റൂള് കാരണം ഞങ്ങൾക്ക് അതിൻ്റേതായ നഷ്ടമുണ്ട്. ബട്ട് അതിൽ മാർക്കറ്റ് പ്രൈസ് ഡിസ്കവറി മെക്കാനിസം വരുന്നതല്ല ഞങ്ങൾക്കെതിരെ. അതിലെ പ്രശ്നം വെച്ചാൽ ഈ CERCയുടെ റൂള് ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളത്തരമായിരുന്നു എന്നുള്ളതാണ് അവർ വാദിക്കുന്നത് എന്നുള്ളത്. അതായത് അവർ പറയുന്നത് എന്താ, ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഒന്ന് നോക്കൂ, നമ്മൾ നോക്കുകയാണെങ്കിൽ 295 രൂപയായിരുന്നു ഇതെന്നുള്ള ഡിസംബർ 2021. അവിടുന്ന് ഏതാണ്ട് 150 രൂപ, ഏതാണ്ട് 50% താഴെ ഇതിനകത്ത് വന്നിരിക്കുന്നു. അപ്പോൾ IEX അലഗേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ CERCയിലെ കുറച്ച് ഇൻഡിവിജ്വൽസ് എല്ലാം കൂടെ ചേർന്ന്, അതായത് അവർ പറയണമെന്ന് വെച്ചാൽ ഈ ഒക്ടോബർ 2025 സെബി അൺഎർത്ത് ചെയ്ത ഒരു കേസുണ്ട്, ഇൻസൈഡർ ട്രേഡിംഗ്. അതിനകത്ത് പെട്ട കുറച്ച് പേരുണ്ട്. അവരെ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവണത് എന്താ, ഈ IEX കാരണമാണ് അവർ ഈ ഇൻസൈഡർ ട്രേഡിങ്ങിൽ പറ്റിയത്. അതായത് എന്താ, ഈ CERCയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരും എന്നറിയായിരുന്നല്ലോ, അത് IEXന് നെഗറ്റീവ് ആവും എന്നറിയായിരുന്നല്ലോ. അത് കാരണം ഈ ഇൻഫർമേഷൻ പുറത്ത് കുറച്ച് ട്രേഡിംഗ് നെറ്റ്വർക്ക്, അതായത് ഈ ഓപ്പറേറ്റേഴ്സിന് ഇത് ലീക്കാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ്ട് 8 പേരടങ്ങുന്ന ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ കാർട്ടൽ ഇതിനകത്ത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അതായത് ഷെയർ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലെ ഇൻസ്ട്രുമെൻറ്റ് പുട്ട് ഓപ്ഷൻ അവർ നല്ല രീതിയിൽ മേടിച്ച് അതിന് ശേഷമാണ് CERC ഈ റൂള് കൊണ്ടുവന്നത്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്തു വിട്ടതിന് ശേഷം അതിൽ ഒരു കുറച്ച് മാർക്കറ്റ് ഓപ്പറേറ്റേഴ്സിന് അതിനകത്തൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചതിന് ശേഷം ഇവർ ഈ മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന റൂള് കൊണ്ടുവന്നിട്ട് ആ സ്റ്റോക്ക് താഴോട്ട് വന്നപ്പോൾ ഏതാണ്ട് 173 കോടിയുടെ ട്രാൻസാക്ഷൻ ഇല്ലീഗൽ മണി ഈ കാർട്ടൽ ഉണ്ടാക്കി CERCയിൽ കഴിഞ്ഞ വർഷമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ആപ്റ്റലിൻ്റെ ശ്രദ്ധയിൽ ഇവർ പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നും അതിൻ്റെ ആർഗ്യുമെൻറ്റ് 10-10:30 ആകുമ്പോൾ തുടങ്ങും എന്നുള്ളതാണ് അതിനകത്തുള്ള ഇത്. അപ്പോൾ ആപ്റ്റൽ, അതായത് ഇത് ഈ പറയുന്ന പോലെ ആപ്പിലെ ട്രിബ്യൂണൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ CERC ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഞങ്ങൾ മാർക്കറ്റ് കപ്ലിംഗ് തിരിച്ച് മാറ്റാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റൂളിംഗ് ഇപ്പം തന്നെ തരാം എന്നുള്ള രീതിയിലാണ്. ഏതാണ്ട് CERCയുടെ ലീഗൽ കൗൺസിൽ ട്യൂസ്ഡേ ആണെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IEXന് പൂർവാധികം ശക്തിയോടുകൂടി ഇതിന് തിരിച്ചോട്ട് വരാം എന്നുള്ളതാണ്. ഇതിൻ്റെ വേറൊരു വശം കൂടെ നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞ റൂള് കൊണ്ടുവന്നുകൊണ്ട് വലിയ ഗുണമൊന്നും മറ്റുള്ള എക്സ്ചേഞ്ചുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതും വളരെ എന്താ പറയുക രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇന്നിപ്പോൾ 10-10:30 അതിൻ്റെ റൂളിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ സംസാരം, റൂളിംഗ് വരണം നിർബന്ധമില്ല, അതിൻ്റെയൊക്കെ ഡിസ്കഷൻസും അതിൻ്റെയൊക്കെ ഹിയറിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. എന്ത് ഇൻഫർമേഷനാണ് പുറത്തു വരുന്നത്, IEX പോലുള്ള സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത അതിനകത്തുണ്ട് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ IEX എന്ന് പറയുന്നത് സൂപ്പർ ബിസിനസ് ആയിരുന്നു എന്നുള്ളതാണ്, അതിൻ്റെ ഈവൻ റിസ്ക്കും ഇത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് പ്ലേ ഔട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദൻ 90% നിന്ന് 60% വന്നാലും IEX is a good business, but that doesn't mean that this is an advice, solicitation or recommendation to buy. ഇത് പ്രേക്ഷകർ അറിവിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നു. ഓവർ ടു യു. ഏതായാലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തതാണ്, ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിൻ്റെ IPO ഇന്നാണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് വിശദമായൊക്കെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതോടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടൊക്കെ തന്നെ റിസർച്ച് ടീം ഓരോ മണിക്കൂറിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.